സംസ്കൃത സന്ധിയെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്കൃത സന്ധിയിലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞത് സവർണ ദീർഘസന്ധിയെ കുറിച്ചാണ്. അതായത് സമാനമായിട്ടുള്ള സ്വരവർണ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ്, മാറ്റത്തെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത്. അതായത് ഒരു ഹ്രസ്വസ്വരവും ഒരു ദീർഘസ്വരവും, അതല്ലെങ്കിൽ രണ്ട് ദീർഘസ്വരങ്ങളാവാം, അല്ലെങ്കിൽ രണ്ട് ഹ്രസ്വസ്വരങ്ങളാവാം. ഇവയെല്ലാം ചേർന്ന് കഴിയുന്ന സമയത്ത് അത് അതിന്റെ ദീർഘസ്വരമായി മാറുന്നു എന്നുള്ളതാണ്. അതിലെല്ലാം ഒറ്റ നിബന്ധനയേ ഉള്ളൂ, സമാനമായിട്ടുള്ള സ്വരവർണ്ണങ്ങളായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇത് അതേ സ്വരസന്ധിയിൽ തന്നെ രണ്ടാമത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഗുണസന്ധി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സമാനമായിട്ടുള്ള സ്വരവർണ്ണങ്ങളല്ല ചേരുന്നത്, വ്യത്യസ്ത സ്വരവർണ്ണങ്ങളാണ്. അതായത് ഇതിൽ പ്രത്യേകമായിട്ട് ആ ആ എന്നീ സ്വരവർണ്ണങ്ങൾ ഈ ഉ ഋ എന്നീ വർണ്ണങ്ങളോട് ചേരുമ്പോൾ വരുന്ന മാറ്റമാണ്. എന്താണ് വരുന്നത്? ആ എന്നീ വർണ്ണങ്ങൾ ഈ എന്ന വർണ്ണത്തോട് ചേരുന്ന സമയത്ത് അത് എന്തായി മാറും? എ എന്നായി മാറും. അതുപോലെ തന്നെയാണ് അവ ഉ എന്ന വർണ്ണത്തോട് ചേരുമ്പോൾ ഓ ആയിട്ട് മാറും. എന്നാൽ ഇവ ഋ എന്ന വർണ്ണത്തോട് ചേരുമ്പോൾ അർ ആയിട്ട് മാറും എന്നുള്ളതാണ് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിന്റെ എല്ലാം ദീർഘമാണെങ്കിലും ഇതേ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിന്റെ ഉദാഹരണ സഹിതം ഒന്ന് നോക്കാം. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആ പ്ലസ് ഇ എ ആയി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ആ എന്ന സ്വരവർണം അല്ലെ, ഇവ ഈ എന്ന വർണ്ണത്തോട് ചേരുന്ന സമയത്ത് എ ആയി മാറുന്നു എന്നാണ് പറഞ്ഞത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നോക്കാം. നര പ്ലസ് ഇന്ദ്രൻ നരേന്ദ്രനായി മാറുന്നു. നര എന്ന് അവസാനിക്കുന്നത് ആ എന്ന സ്വരവർണത്തിലാണ്. ഇന്ദ്രൻ എന്ന് തുടങ്ങുന്നത് ഈ എന്ന സ്വരവർണത്തിലാണ്. സോ ആ പ്ലസ് ഇ എ ആയി മാറുന്നു, നരേന്ദ്രനായി മാറുന്നു എന്നുള്ളതാണ്. അതേപോലെ ഗണ പ്ലസ് ഈശനാണ് ഗണേശനായി മാറുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് മാറുന്നത്? ഗണ എന്ന് അവസാനിക്കുന്നത് ആ എന്ന സ്വരവർണത്തിലാണ്, ഈശൻ തുടങ്ങുന്നത് ഈ എന്ന സ്വരവർണത്തിലും. അപ്പൊ ഇതിന്റെ ദീർഘമാണ്. അങ്ങനെയാണെങ്കിലും ഇത് എന്ത് തന്നെയായി മാറുന്നു നമ്മൾ പറഞ്ഞു? എ എന്നായി തന്നെ മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഗണ പ്ലസ് ഈശൻ ഗണേശനായി മാറുന്നത്. അതുപോലെ തന്നെയാണ് മഹാ പ്ലസ് ഇന്ദ്രൻ മഹേന്ദ്രനായി മാറുന്നതും. അതായത് അവസാനിക്കുന്നത് ആ എന്ന സ്വരവർണത്തിലാണ്, ഈ എന്ന സ്വരവർണത്തിൽ അടുത്ത ഭാഗം ആരംഭിക്കുന്നു. സോ ആ പ്ലസ് ഇ എന്തായി മാറും? എ ആയി മാറും. അങ്ങനെയാണ് മഹേന്ദ്രനായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് ആ പ്ലസ് ഓ ആയി മാറും എന്ന് നമ്മൾ പറഞ്ഞു. അതിനുള്ള എക്സാമ്പിൾ ആണ് പരാ പ്ലസ് ഉപകാരം. ആയിൽ അവസാനിക്കുന്നു പര എന്ന വാക്കില്. ഉപകാരം എന്നത് ഉ എന്ന സ്വരത്തിലാണ് ആരംഭിക്കുന്നത്. സോ ആ രണ്ട് വർണ്ണങ്ങൾ കൂടെ ചേരുന്നു, ആ പ്ലസ് ഓ ആയി മാറുന്നു, പരോപകാരമായി മാറുന്നു. മഹാ പ്ലസ് ഉത്സവം, ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് ഉ എന്ന സ്വരത്തിലാണ്. ആ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്നു, മഹോത്സവമായി മാറുന്നു. അടുത്തത് നമ്മൾ പറഞ്ഞത് ആ പ്ലസ് അർ ആയി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഉദാഹരണങ്ങളാണ് മഹാ പ്ലസ് ഋഷി മഹർഷിയായി മാറുന്നു. മഹാ എന്ന് അവസാനിക്കുന്നത് ആ എന്ന സ്വരവർണത്തിലാണ് അല്ലെ, ഋ എന്ന സ്വരവർണത്തിൽ അടുത്ത ഭാഗം ആരംഭിക്കുന്നു. സോ അത് രണ്ടും കൂടി ചേരുന്നു, എന്തായി മാറുന്നു? അർ ആയി മാറുന്നു, മഹർഷിയായി മാറുന്നു. അതേപോലെ തന്നെ ദേവ പ്ലസ് ഋഷി, ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു, ആ പ്ലസ് ആയി മാറുന്നു, ദേവർഷിയായി മാറുന്നു. അപ്പൊ ഇത്രയുമാണ് സംസ്കൃത സന്ധിയിലെ സ്വരസന്ധിയിൽപ്പെടുന്ന ഗുണസന്ധിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വൃദ്ധിസന്ധി എന്ന് പറയുന്ന സംസ്കൃത സന്ധിയിലെ തന്നെ അടുത്ത ഭാഗമാണ്, സ്വരസന്ധിയിലെ തന്നെ മറ്റൊരു ഡിവിഷനാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം. അതേപോലെ തന്നെ ഈ നിയമങ്ങളെല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ഇനി വരുന്ന LDCക്കും മറ്റ് പരീക്ഷകൾക്കും, മലയാളം ഗ്രാമർ വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ പോയി നോക്കുക. അതിൽ വളരെ വൃത്തിയായിട്ട് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഷോർട്സിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമർ ക്ലാസ്സുകൾ തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്, ഇംഗ്ലീഷ് മലയാളവും. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ വെച്ച് കാണാം.